ദാസേട്ടൻ നമസ്കാരം. ദാസേട്ടൻ ഈ സംഗീത ലോകത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ഗാന രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ അരനൂറ്റാണ്ട് തികയാൻ പോവാണ്. എങ്ങനെയാണ് അങ്ങ് ഈ ഏതെങ്കിലും കാലത്ത് ഈ സംഗീതത്തിൻ്റെ കൊടുമുടികൾ അയ്യോ എൻ്റെ പറ്റേ കീഴടക്കാനോ സംഗീതത്തിൻ്റെ കൊടുമുടിയാണോ അതോ ആഴമേറിയ സാഗരമാണോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഇത് കൊടുമുടിക്കും ഉപരിയാണ്. ആഴമേറിയ നമുക്ക് ഒക്കാത്തതും അല്ലെ അളന്നിട്ടില്ലാത്തതുമായ സാഗരത്തിനേക്കാൾ ആഴമേറിയതുമാണ്. രണ്ടുമുണ്ട്. അപ്പോൾ കൊടുമുടിക്ക് ഉയർച്ചയെപ്പറ്റിയേ പറയാനൊക്കെ ഉള്ളൂ, മറ്റേത് ആഴത്തിനെ പറ്റി. ഇത് രണ്ടും കൂടി ചേർന്ന ഇത് സംഗീതം. ആ സംഗീതത്തിൻ്റെ എല്ലാമൊക്കെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന ഒരു വിഡ്ഢിയാകാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു വിദ്യാർത്ഥിയാണ്, അതിനൊരു തെളിവും കൂടിയുണ്ട്. ഞാൻ വിദ്വാൻ കോഴ്സിന് ട്രിവാൻഡ്രത്ത് പോയിട്ട് പട്ടിണി കൊണ്ടും അല്പ അസുഖവും കൊണ്ടും തിരിച്ച് എറണാകുളത്തേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതിനുശേഷം പോകാനൊത്തിട്ടില്ല. അവിടുത്തെ ഭക്ഷണം കഴിച്ച കാശ് കൊടുക്കാൻ പോലും ഇല്ലാണ്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും തമാശന് പറയും, ഇപ്പം 3 ദിവസം 4 ദിവസമൊക്കെ വെള്ളം കുടിച്ചിട്ട് മോഡൽ സ്കൂളിൻ്റെ താഴെയുള്ള പൈപ്പിൽ നിന്ന് കുടിച്ച്, ആ പൈപ്പ് പോലും ഇല്ല ഇപ്പോൾ. പോയി നമസ്കരിക്കാമെന്ന് വെച്ചാൽ ആ പൈപ്പ് വരെ ഇല്ലാണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ പറയും, നീ ഇപ്പോൾ എത്ര വലിയ സ്നേഹവും പ്രിയവും കാണിക്കണം, അന്ന് ഞാൻ പട്ടിണി കിടന്നപ്പോൾ ഒരു നേരത്തെ ചോറും നീ തന്നിട്ടില്ല എന്ന് തമാശ പറയാറുണ്ട്. അപ്പം അത് തമാശയായിട്ട് എടുക്കാറുള്ളൂ. അപ്പം അതാണ് നമ്മൾ അതിനെപ്പറ്റിയല്ല, നമുക്ക് ഓരോ പാഠങ്ങൾ ഈശ്വരൻ തരുന്നത് അത് പഠിക്കാനും അതിൽ നിന്ന് റിയലൈസ് ചെയ്യാനുമാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും വിഷമം വരില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി എന്നുള്ളതാണ്. ഇന്നും അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, വിദ്വാനല്ല. അപ്പോൾ എന്താണ്, ഇത് സത്യമാണ്. ഇതാരും ബോധിപ്പിക്കണോ, ദാസേട്ടൻ ഇങ്ങനെ വാചകം അടിക്കും നന്നായിട്ട്, ഓക്കെ, ദാസേട്ടൻ വാചകം അടിക്കണം. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് വാചകം അടിപ്പിക്കണേ? നിങ്ങളുടെ ആവശ്യം എൻ്റെ ആവശ്യമല്ല, എനിക്കിങ്ങനെ ഒരു ആവശ്യമില്ല. പക്ഷെ പറയാൻ ചോദിക്കുമ്പോൾ പറയുന്നെന്ന് മാത്രം. അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഗാർബേജിൽ കളയാം. എങ്കിലും ഒരു സ്വപ്നം കാണില്ലേ ചെറുപ്പകാലത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. എന്താ സ്വപ്നം? അറിവിൻ്റെ, അതായത് എൻ്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചതാണ്. അറിവിന് വേണ്ടി, അറിവിൽ ഉപരിതലത്തിൽ നിൽക്കുന്നവരെക്കാൾ ഉയരാൻ നീ ശ്രമിക്കണം. ധനപരമായിട്ട് നീ ചിന്തിക്കുമ്പോൾ നിന്നേക്കാൾ ഏറ്റവും വിഷമിക്കുന്നവനെ പറ്റി ചിന്തിക്കാൻ. ഇതാണ് എൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ചത്. അതിനേക്കാൾ ഒരു ഉപരിയായിട്ടൊരു ഉപദേശം എനിക്ക് തോന്നണില്ല ഉണ്ടെന്നുള്ളത്. അത് മഹത്തുക്കൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തെ അങ്ങനെ കേട്ടിട്ടായിരിക്കാം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഊട്ടിയത്. അത് ഞാൻ മുറുക്കെ പിടിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ അറിവിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സ്ഥാനത്തിനോ ഞാൻ സംഗീതത്തിൻ്റെ ഉപരിതലത്തിലിരുന്ന് എല്ലാത്തിനെയും അടിച്ചമർത്താൻ അങ്ങനെയൊന്നും. ഇത്രയും കാലം പിന്നിട്ടുമ്പോൾ ഏതാണ്ട് എത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടാവുന്നുള്ളത് കണക്കുകൾ ഒരുപാട് പേര് വല്ലപ്പോഴൊക്കെ കയറി സ്റ്റേജിലിരിക്കുമ്പോൾ പറയാം 50 പാടി 40 പാടി. ഞാൻ കണക്കെടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു കണക്കെടുത്തിട്ട് എനിക്കതിന് സമയമില്ല. എന്നെ അതും ഒരു പാഠം പഠിപ്പിച്ചു. ഞാൻ ജാനകി അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒന്ന് തോന്നി. അവരെല്ലാം ഇങ്ങനെ കുറിക്കും, ആരാണ് ഡയറക്ടർ, ആരാണ് മ്യൂസിക് ഡയറക്ടർ, ആരാണ് അത് എഴുതിയത്, ഏത് സ്റ്റുഡിയോ ആണ്, എത്ര മണിക്കാണ്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാനൊന്ന് എഴുതി ഒരു ഡയറി. ആ ഡയറിയെ കാണാനില്ല. ഒരു പ്രാവശ്യം പോയി, രണ്ടാമത് നോക്കിയപ്പോൾ പിന്നെയും പോയി. പിന്നെ ഞാൻ വിചാരിച്ചു, ദൈവം ഇങ്ങനെ നിനക്ക് ഈ എഴുത്തും ഇങ്ങനെ ഇത്ര പാടി അതിൻ്റെ കണക്കൊന്നും എടുക്കണ്ട, ആ കണക്കൊക്കെ ഞാൻ വെച്ചോളാം എന്ന് ഞാൻ മനസ്സുകൊണ്ട് തോന്നി. ഞാനത് വിട്ടു. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരിരുന്ന് അതിനെപ്പറ്റി കണക്കെടുത്തോട്ടെ. അത് നമ്മുടെ ഇൻകം ടാക്സുകാർ ഇപ്പോൾ ദാസ് എത്ര സമ്പാദിച്ചു എന്ന് നമ്മൾ പോയി പറയുന്നത് ചിലപ്പോൾ അവർ വിശ്വസിച്ചില്ലെന്ന് വരും. അവർ പിന്നെ അതിനു വേണ്ടി ഒരു അന്വേഷണമൊക്കെ നടത്തുമായിരിക്കും. അതുപോലെ നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും അതിനൊരു കൃത്യമായതാണ് എടുത്തിരിക്കുന്നത്, ഇന്ന സമയത്ത് ഇന്നത് പാടി, ഇന്നത് ഇതൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. അവർ പറയട്ടെ, പക്ഷേ ഇപ്പോൾ തെറ്റ് പറയരുത്. അന്നത്തെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇങ്ങനൊരു ചെറുപ്പക്കാരന് ഈ ഒരു സമുദായത്തിൽ നിന്ന് വരാനുള്ള. അല്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വരുന്ന അനുഭവങ്ങളാണ് നമ്മുടെ പുസ്തകം. അല്ലാണ്ട് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വല്ലവരും ഒക്കെ പറഞ്ഞത് അത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കില്ല. നമ്മുടേതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ സ്ഥിതി ഇതാണ്, ഞാൻ പട്ടിണിയാണ്, ഇതെന്താണ് കാരണം? ഇത് മറക്കരുത്. ഇത് മറന്നു പോകുന്നു. നമുക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥിതി ഒതുക്കി വന്നു കഴിയുമ്പോഴേക്കും മറ്റതൊക്കെ മറന്നു പോകുന്നു.
എന്തെല്ലാം നമ്മളെ കൊണ്ടാക്കും. എല്ലാ തത്വങ്ങളിലും, എല്ലാ പുസ്തകങ്ങളിലും, എല്ലാ മുസ്ലിങ്ങളായാലും ശരി, ഹിന്ദുക്കളായാലും ശരി, ദാനം ധർമ്മത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് 150 ശ്രമമാണ് നമ്മൾ. ഞാൻ ഉൾപ്പെടെ, ഞാൻ മറ്റുള്ളവരെ പറ്റും പറയാനില്ല. മനസ്സമാധാനത്തിലെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ എന്തെങ്കിലും ഒരു സുഖം തോന്നും, ഒരു സമാധാനമുണ്ട്, അപ്പോൾ അപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി ആവട്ടെ. അപ്പോൾ അതിൽ വഞ്ചന ചെയ്യാൻ പാടില്ലാത്തവരാ. അങ്ങ് എന്നോട് വന്നിട്ട് എനിക്ക് കുടുംബത്തിലൊന്നുമില്ല കേട്ടോ, താളതരായിരിക്കും പറയണേ. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു വേണം. അതാണ് അവിടെയാണ് നമ്മൾ അറിയണം. ദാസേട്ടൻ്റെ ഗുരു പരമ്പരകൾ പറയുകയാണെങ്കിൽ വളരെ ആർക്കും തന്നെ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരുപാട് ചെമ്പൈ. അതാണ് നമ്മൾ തേടണം. ഗുരുക്കന്മാരെ നമ്മൾ തേടണം. നമുക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കണം. എനിക്കൊന്ന് എന്തെങ്കിലും ആവട്ടെ, എവിടെ ആയാലും ഏത് നാറ്റാണെങ്കിലും ഏത് ഗുണമാണെങ്കിലും അവിടെ ഇരുന്നാൽ മതി. നമ്മൾ പുറത്തോട്ട് പോകണം, അന്വേഷിക്കണം. അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. അന്വേഷിക്കുമെന്ന് മാത്രം പോരാ, ആത്മാർത്ഥതയാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തത്. ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതെല്ലാം അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ആർക്കാണ് ഇത് ഞങ്ങൾ കൊടുക്കുക? കട തുറന്നിരിക്കുകയാണ് അവർ. ആ കട തുറന്നിരിക്കുന്നിടത്ത് എവിടെയെങ്കിലുമൊക്കെ കട തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നത് അന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ പോകും. നമ്മൾ കടയിൽ പോകണം. ആ കടയിൽ പോകുന്ന പ്രക്രിയ നമ്മൾ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഞാനത് ചെയ്യാം, ഓപ്പണാക്കി. എനിക്കറിയണം. എല്ലാ വ്യക്തികളും ഇവിടെ നന്നായിട്ടുള്ളത് ജിജ്ഞാസയാണ്. എനിക്ക് പിടിച്ചെടുക്കണം എന്നുള്ളതല്ല, അറിയണം എനിക്കത്. ഇതെന്താണിത്? ആ ഡെഡിക്കേഷൻ, അത് ധ്യാനമാണ്, അത് തപസ്സാണ്. അത് തപസ് ഇങ്ങനെ ഇതാണ് തപസ്സെന്ന് വിചാരിക്കേണ്ട. ഏതിൽ നമ്മൾ ഒരു കള്ളൻ ആ കളവ് ചെയ്യണ ഏത് തരത്തിൽ എന്നെ പോലീസ് പിടിക്കരുത് എന്നുള്ള ധ്യാനമില്ലേ, അതവൻ്റെ തപസ്സാണ്. അതേസമയം ഞാൻ അവനെ പിടിക്കും എന്നുള്ള പോലീസിൻ്റെ തപസ്സില്ലേ, അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും വിജയം. ചെമ്പയ്യത്തുള്ളൊരു അനുഭവം, ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല, അത് വന്നു ചേർന്നതാണ്. ഒരു ദിവസം ജയവിജയന്മാർ, TVG, ഞങ്ങളെല്ലാവരും കൂടി പോകേണ്ട ഒരവസ്ഥ വന്നു. നമ്മളെ പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ട് എടുക്കണം, അനുഗ്രഹം. ബോംബെയിലൊരു കുട്ടി മൃദംഗം പഠിക്കുന്നുണ്ടായിരുന്നു, TV ഗോപാലകൃഷ്ണൻ അടുത്ത്, കുട്ടികൾ 2 പേര്. അപ്പോൾ അത് അപ്പു നായർ പറഞ്ഞ ആളാണ്. ആ അപ്പു നായരുടെ മക്കൾ വീട്ടിൽ വന്നിട്ടാണ് TVGയുടെ വീട്ടിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ഞങ്ങൾ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എങ്ങനെയോ സ്വാമിയെ പോയി ഒന്ന് കാണാനിടയായി. അന്ന് മുതൽ തുടങ്ങിയാണ് ആ ബന്ധം. അല്ലാതെ ഞാനൊരു ഗുരുകുലത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷിച്ച് പഠിച്ച് അങ്ങനെ ഒന്നും എനിക്കൊരു അവകാശപ്പെടാനൊന്നുമില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ജയവിജയന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ താമസിക്കുകയും ശുശ്രൂഷ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ അതല്ല കണക്കൂട്ടൽ. താൻ ചെയ്യുന്ന, ഞാൻ 40 വർഷം ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഒരു ദിവസം കൊണ്ട് വന്നൊരുത്തനെ ഗുരു സ്വീകരിച്ചു. അത് ഗുരു തീരുമാനിക്കണം, നമുക്ക് തീരുമാനം എടുക്കാനൊക്കില്ല. ഞാനതിൽ അഹങ്കരിക്കുകയോ എന്നെ അങ്ങോട്ട് അദ്ദേഹം സ്വീകരിച്ചില്ല. എനിക്ക് എൻ്റെ ഭക്തി എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷമെങ്കിലും എനിക്ക് ദർശിക്കാനോ കാണാനോ അനുഭൂതി കൊള്ളാനോ ആ അനുഭൂതി അനുഭവിക്കാനോ ഇടയായല്ലോ എന്നുള്ളതാണ് എൻ്റെ നിർവൃത്തി. ആ ഒറ്റ നിമിഷത്തിൽ കണ്ടതിന് ശേഷം അതിനുശേഷം പലതും സംഭവിച്ചു. എന്താ, ഞാൻ വായിച്ചിട്ടുള്ളതും തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ഇവിടെയൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അങ്ങ് ബ്രാഹ്മണൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ബ്രാഹ്മണനാണ്. എന്ത് തരത്തിലുള്ള ബ്രാഹ്മണനായിരുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ശുദ്ധമായ ഒരു ബ്രാഹ്മണനായിരുന്നുള്ള തെളിവുണ്ട്, എല്ലാവർക്കും അറിയാം. അതേസമയം ആ ഫാമിലിയിൽ 2 പേര്, അദ്ദേഹത്തിൻ്റെ ബ്രദറും അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പാലക്കാട്ടുള്ള ഈ കച്ചേരികൾ കേൾക്കുന്നൊരു വംശമുണ്ടല്ലോ, അല്ലെ കച്ചേരികൾ നടത്തുന്ന വംശമുണ്ടല്ലോ, ആ വംശത്തിൽ ഇവർ 2 പേരും ഈ ചെറുപ്പക്കാർ പാടിയപ്പോൾ എണീറ്റ് പോയിട്ടുണ്ട്. ബ്രാഹ്മണരാണെന്നാണ് അവർ, ബ്രാഹ്മണരാണോ പോയവർ ഒരു കാലത്ത്. എന്നിട്ട് ഇവർ കഷ്ടപ്പെട്ടിട്ട് തഞ്ചാവൂരിൽ യാത്ര ചെയ്ത് ചെന്നിട്ട് അവിടുത്തെ പിള്ളവാൾ എന്ന് പറയുന്ന ഗിഞ്ചറ വായിക്കുന്ന ആൾ, അദ്ദേഹം ചെട്ടിയാർമാരുടെ വീടുകളിൽ ഈ കുട്ടികളെ 2 പേരും അസധ്യമായിട്ട് പാടുന്ന കുട്ടികളാണ്. ചെമ്പൈസ്വാമിയുടെയും ചെമ്പൈസ്വാമിയുടെ അനിയനും. ആ 2 കുട്ടികളെ പുള്ളിയെ പ്രൊമോട്ട് ചെയ്ത്
നല്ല കാശും വരുമാനമൊക്കെ ആയി മദ്രാസിൽ വന്ന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വേദന ആയിരിക്കാം ഞാനൊരു അന്യജാതിയായി എന്നെയും സ്വീകരിക്കാൻ ഇടയായത്. അപ്പോൾ അതൊരു അനുഭവമല്ലേ എന്നാണ് ഞാനിപ്പോൾ അത് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്നെ ഈ ഒരു ക്രിസ്ത്യാനിയെ അടുപ്പിച്ചത് എന്തിനാ, തൊട്ടടുത്തിരുത്ത് പാടിച്ചെന്തിനാ? എൻ്റെ കഴിവല്ലത്. ആ ഒരു മനസ്സിൽ അദ്ദേഹത്തിന് വേദനിച്ചതായിരിക്കും അദ്ദേഹം ഓർത്തത്. ഇതിവിടെയാണ് ബ്രഹ്മത്വം. അല്ലാണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നമ്പൂതിരിയാണ്, ഞാൻ പൊലയനാണ് ഒരിക്കലും പറയരുത്. നമ്മൾ ബ്രഹ്മത്വത്തിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ വടിവാളം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു വടിയും വാളും വെട്ടും കുത്തുമുള്ള ഇതിനെ എന്താ പറയുക, ഒരു ഏത് സമയത്ത് ഒരു കൊലയാളി ഇങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനല്ലോ ശാന്തനാണ് സ്വപ്നം. അവനുടനെ നടിക്കുകയാണെങ്കിൽ പോലും പറയാം നല്ല മനുഷ്യനായിട്ട്. നമുക്ക് വല്ല അറിയാമോ ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ്.